എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ Dr. Ruby Varghese ആണ്. I work for Season 2 Senior Living. So as you all know, it is a senior living facility and anybody who is a senior citizen can come and stay here and you can experience the joy of being here if you can come and stay for one or two days and experience it yourself. So ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് is about heart health. 29th September എല്ലാ വർഷവും വേൾഡ് ഹാർട്ട് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ പോകുന്നത്. According to WHO statistics, 17.9 million people die of heart disease every year. It is a big number. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഹാർട്ട് ഡിസീസിന് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലത് മോഡിഫയബിൾ ആണ്, ചിലത് അൺമോഡിഫയബിൾ ആണ്. അപ്പോൾ അൺമോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഏജ്, നമ്മുടെ വയസ്സ്. 40 വയസ്സ് കഴിയുമ്പോൾ ദ ചാൻസസ് ഓഫ് ഹാർട്ട് ഡിസീസ് ഇൻക്രീസസ്. ജെൻഡർ, ദാറ്റ് ഈസ് പുരുഷന്മാർക്ക് കൂടുതൽ ഇൻസിഡൻസ് ഉണ്ട് ഓഫ് ഹാർട്ട് ഡിസീസ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കുറവാണ് ബിക്കോസ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഹോർമോൺ ഈസ്ട്രജൻ. പക്ഷേ മെനോപോസ് കഴിയുമ്പോഴത്തേക്കും ദ റിസ്ക് ഇസ് ദ സെയിം ഫോർ ബോത്ത് പാർട്ടീസ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ ആർക്കെങ്കിലും ബിലോ ദി ഏജ് ഓഫ് 40 ഹാർട്ട് ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ certain races like Indian Asians, American Asians and American Africans, they have a higher chance of developing heart disease at a very young age. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്നും ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സം മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതാണ് കൂടുതൽ. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്പർ 1 is smoking. Smoking increases the risk of heart disease. It's a very high risk factor. നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ എന്താ പറ്റുക? ആ സമയത്ത് തന്നെ the BP shoots up, the pulse rate increases. ഇതെല്ലാം ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളെ കൂട്ടും. നമ്മൾ BP ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, സ്മോക്ക് ചെയ്താൽ 20 minutes കഴിഞ്ഞിട്ടേ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാവൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി റേസ്ഡ്. എന്നിട്ട് നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്താൽ the benefits that happen is immediate. ഒരു വർഷം നമ്മളിപ്പം സിഗരറ്റ് സ്മോക്ക് ചെയ്തെങ്കിൽ ഒരാൾ കൂടുതൽ വലിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഒരു വർഷമായി ഇപ്പം വലിക്കാറില്ല. ദ ബെനിഫിറ്റ്, ദ 50% റിസ്ക് കുറയുന്നുണ്ട് ഫോർ ഹാർട്ട് അറ്റാക്സ്. സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ. പിന്നെ പറയുന്നത് ആൽക്കഹോൾ, മദ്യപാനം. മദ്യപിക്കുന്നവർക്കും ഹാർട്ട് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഹാർട്ട് അറ്റാക്സ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ചിലർ പറയും, ന്യായീകരിക്കാൻ വേണ്ടി പറയാറുണ്ട്, ആൽക്കഹോൾ ഹാർട്ടിന് നല്ലതാണ്. ഇറ്റ് ഈസ് ട്രൂ. ആൽക്കഹോൾ ഇസ് റിച്ച് ഇൻ, മെയ്ഡ് ഫ്രം ഫ്രൂട്ട്സ്, ഇസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദർ ആർ ഫ്രീ റാഡിക്കൽസ് ദറ്റ് ആർ ഫോംഡ്. അത് നമ്മുടെ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യും. അപ്പം ഈ ആൻറ്റി ഓക്സിഡൻസ് ആ ഡാമേജ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യും. അത് ആൽക്കഹോളിലുണ്ട്. പക്ഷേ ഒത്തിരി കൂടുതൽ കുടിച്ചാൽ ദാറ്റ് ഇഫക്റ്റ് ഡസ് നോട്ട് ഹാപ്പൻ, ഓൺലി ദ ബാഡ് ഇഫക്ട്സ് ഹാപ്പൻ. അപ്പോൾ പുരുഷന്മാർക്ക് ദേ ക്യാൻ ടേക്ക് 2 pegs a day, സ്ത്രീകൾക്ക് 1 peg a day. ദിസ് ഇസ് എ റെക്കമെൻഡഡ് ഡോസ് ഫോർ ബെനിഫിറ്റ്. ഞാൻ പറയുന്നില്ല ആൻറ്റി ഓക്സിഡൻസ് കിട്ടാൻ വേണ്ടി ആൽക്കഹോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് it helps, and those who have not been drinking, no worries. There are plenty of other food which is rich in antioxidants. നമ്മുടെ വെജിറ്റബിൾസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, നല്ല കളറുള്ള വെജിറ്റബിൾസ് മേടിച്ചാൽ ദാറ്റ് ഈസ് ഓൾ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. അപ്പം മദ്യപിക്കേണ്ട ആവശ്യമില്ല. സോ അപ്പം മദ്യപാനം നിർത്തുക, സ്മോക്കിംഗ് നിർത്തുക. ഇതിനെല്ലാം ദർ ആർ ഓർഗനൈസേഷൻസ് വിച്ച് ഹെൽപ്പ് യു ടു സ്റ്റോപ്പ്. പിന്നെ ആണ് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ഒബേസിറ്റി, അല്ലെങ്കിൽ അമിതമായ വണ്ണം. ഈ അമിതമായ വണ്ണം ഇസ് എ വെരി ഹൈ റിസ്ക് ഓഫ് ഹാർട്ട്
അറ്റാക്സ് ഇതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അമിതമായ വണ്ണം വരുമ്പോൾ എന്താണ് പറ്റുക? നമ്മുടെ BP കൂടും, നമ്മുടെ ഡയബറ്റീസ് കൂടും. അപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും, ദാറ്റ് ഈസ് ഹൈ BP, രണ്ടും ഹാർട്ട് അറ്റാക്സിനുള്ള ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അമിതമായ വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മളുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്. അത് ദാറ്റ് ഈസ് ഡയറ്റ്. നമ്മുടെ കേരള രീതി നോക്കിയാൽ നമ്മുടെ ഡയറ്റിൽ എന്താ? കൂടുതലും ചോറാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചോറാണ് കൂടുതൽ കഴിക്കുന്നത്. നമ്മളിപ്പം ഭക്ഷണത്തിലെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, റൈറ്റ്, ആൻഡ് ഫാറ്റ്. അപ്പം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് അരി പലഹാരങ്ങൾ, ചോറ്, ചപ്പാത്തി, ഇഡലി, ദോശ, അപ്പം, നമ്മൾ കഴിക്കുന്ന കപ്പ, ഇതെല്ലാം ബേസ്ലി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ പയർ, പരിപ്പ്, കടല, മട്ടർ, ഇതെല്ലാം പ്രോട്ടീൻസ് ആണ്. പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മുട്ട ഇസ് എ ബെസ്റ്റ് സോഴ്സ്. മുട്ട, മത്സ്യം, ഇറച്ചി, കോഴി, ഇതിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. സോ പ്രോട്ടീൻ, പിന്നെ ഫാറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ പ്രൊപ്പോർഷൻ ഉണ്ട്, സോ ദാറ്റ് യു ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ്. ആ പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പാത്രം ചോറ് കഴിക്കും, എന്നിട്ട് കുറച്ച് കൂട്ടാൻ അവിടെ ഇവിടെയും കാണും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു ഈറ്റ്. നമ്മൾ കഴിക്കേണ്ട രീതി പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്താൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്താൽ ആ പ്ലേറ്റിൻ്റെ ഹാഫ് ഭാഗം ഷുഡ് ബി ഫുൾ ഓഫ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് മെഴുക്കുവരട്ടി, ഓക്കെ, ഇത്രയും ഭാഗത്ത് മെഴുക്കുവരട്ടി, ഇത്രയും ഭാഗത്തൊരു തോരൻ, ഇത്രയും ഭാഗത്തൊരു സാലഡും കൂടെ വെച്ചാൽ ഹാഫ് ദ പ്ലേറ്റ് ഇസ് ഫിൽഡ് വിത്ത് വെജിറ്റബിൾസ്. പിന്നെ ബാക്കിയുള്ള ഹാഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 1/4. സോ 1/4 ഷുഡ് ബി പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് വെച്ചാൽ കടലയോ പയറോ പരിപ്പോ മുട്ടയോ അല്ലെങ്കിൽ മത്സ്യമോ ഇറച്ചിയോ എന്തെങ്കിലും ആകാം. പ്രിഫറബിളി വൈറ്റ് മീറ്റ്, നോട്ട് റെഡ് മീറ്റ്. അപ്പം അതെടുക്കുക, 1/4 ഓഫ് എ പ്ലേറ്റ്. പിന്നെ 1/4 ഓഫ് ദ പ്ലേറ്റ് മാത്രമേ കാണാവൂ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ ചോറോ അല്ലെങ്കിൽ ഇഡലിയോ അപ്പമോ വാട്ട് എവർ. ഓക്കെ, സോ ദ ഇഡ്ലി ആകുമ്പോഴത്തേക്ക് നമ്പർ നമുക്ക് കൊടുക്കാം 2 ഇഡ്ലീസ്. ആൻഡ് യു ടേക്ക് സാമ്പാർ നല്ല ഇറ്റ്സ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്. ഓക്കെ, സാമ്പാറിൻ്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട് ബിക്കോസ് യു ആഡ് ലോട്ട് ഓഫ് ദാൽ. പിന്നെ ഇഡലിയുടെ പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്ന മാവിൻ്റെ അകത്ത് ഇടുന്ന അരിയുടെ ഭാഗം ഒരു ഇച്ചിരി കുറച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി കൂടുതൽ ഉഴുന്നോ അല്ലെങ്കിൽ കൂടുതൽ ചെറുപയർ പരിപ്പോ ഇട്ടിട്ട് യു ക്യാൻ ഇൻക്രീസ് ദ ന്യൂട്രിയൻറ്റ് വാല്യൂ ഓഫ് ദ ബാറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ എങ്ങനെയാണ് കഴിക്കുക? പാത്രം നിറച്ചും ചോറ്, ഒരു ഇച്ചിരി കൂട്ടാൻ. സോ ഇഫ് യു ട്രൈ ദിസ്, ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി. പക്ഷേ ക്രമേണ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഫീൽ മച്ച് മോർ എനർജറ്റിക് വെൻ യു റെഡ്യൂസ് ദ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ചോറ്, ചപ്പാത്തി, പയറ്, പരിപ്പൊക്കെ. അതിന് പകരം ഈ പ്രോട്ടീൻ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സറ്റൈറ്റി കൂടും. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. നമ്മളിപ്പം ചോറോ അല്ലെങ്കിൽ ഇഡലിയോ വല്ലതും കഴിച്ചാൽ നമുക്ക് ഒത്തിരി കഴിച്ചാലേ നമ്മുടെ വയറ് ഫില്ലായെന്ന് നമുക്ക് തോന്നാറുള്ളൂ. പക്ഷേ പ്രോട്ടീൻസും വെജിറ്റബിൾസും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് വേഗം അത്രയും ചോറിൻ്റെ ആവശ്യം വരില്ല. വേണമെങ്കിൽ ഭക്ഷണം തുടങ്ങുന്നതിന് മുമ്പേ ആ സാലഡ് അങ്ങ് ആദ്യം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫാറ്റിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരു 500 ml ഓഫ് ഓയിൽ ആണ് അഡ്വൈസ് ചെയ്യുന്നത് പെർ മന്ത്. ഒരു 3 ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ യു ക്യാൻ യൂസ് 1 to 1.5 ലിറ്റർ ഓഫ് ഓയിൽ. എന്നിട്ട് ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ യൂസ് സം ഹാർട്ട് ഫ്രണ്ട്ലി ഓയിൽ, ലൈക്ക് യു ക്യാൻ യൂസ് സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, ഓയിൽസ് വിച്ച് കണ്ടെയ്ൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. നമ്മൾ ഈ എണ്ണ വെക്കുമ്പം കട്ടി കൂടുന്നത് ലൈക്ക് ഡാൽഡ, നെയ്യ് ഒക്കെ ഉപയോഗിച്ചാൽ the risk of developing heart disease increases because it increases the cholesterol. അപ്പോൾ അത് ചെയ്യുക. പിന്നെ യൂസ് ചെയ്ത എണ്ണകൾ പിന്നെയും യൂസ് ചെയ്യാതിരിക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഇട്ടിട്ട് സോ ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ് 1 more time ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പലഹാരങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഹൈ ഇൻ ട്രാൻസ് ഫാറ്റ്സ്.
ട്രാൻസ് ഫാറ്റ്സ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ എണ്ണയെ വെരി ഹൈ ഹീറ്റിൽ പല പ്രാവശ്യം ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്, വിച്ച് ഈസ് വെരി വെരി റിച്ച് ഇൻ ഫ്രീ റാഡിക്കൽസ് വിച്ച് ക്യാൻ ഡാമേജ് ഓൾ ദി ഓർഗൻസ് ഇൻ ദ ബോഡി ഇൻക്ലൂഡിങ് ദ ബ്ലഡ് വെസൽസ് ടു ദ ഹാർട്ട്. അപ്പം ഡയറ്റിനെ പറ്റി പറയുന്നത് അതാണ്. പിന്നെ ഇൻക്ലൂഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ടു യുവർ മീൽ. പിന്നെ കുറച്ച് കേർഡ് കഴിക്കുന്നത് എന്നും കഴിക്കുന്നത് നല്ലതാണ്, ബിക്കോസ് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയയെ നോർമലൈസ് ചെയ്യും ആൻഡ് ഇറ്റ് മേക്സ് ഇറ്റ് ഹെൽത്തി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫോർ റെഡ്യൂസിങ് ദ വെയ്റ്റ്? വണ്ണം കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ്. അതാണ് നമുക്കില്ലാത്തത് ഇപ്പം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ എല്ലാ ദിവസവും കുറച്ച് എക്സസൈസ് ചെയ്യുക. ഐ അസ്യൂം ദാറ്റ് ഐ എം ടോക്കിംഗ് ടു ദ സീനിയർ സിറ്റിസൻസ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഹെവി ബ്രിസ്ക് വാക്കിംഗ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഒക്കുന്നത്രയുമുള്ള എക്സസൈസ് ചെയ്യുക. ഇഫ് യു ക്യാൻ, വാട്ട് എവർ, അണയ്ക്കാതെയും ക്ഷീണം തോന്നാതെയും എത്രയും എക്സസൈസ് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. കിടക്കയിൽ കിടക്കുന്നവർക്ക് പോലും എക്സസൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? കിടക്കുമ്പോൾ കാല് പൊക്കുക, റേസ് ഇറ്റ്, കീപ് ഇറ്റ് സ്ട്രെയിറ്റ് ഫോർ 5 seconds. ഓക്കെ, 1 2 3 4 5. ഒരു കാല് പൊക്കുക, താക്കുക, മറ്റേ കാല് പൊക്കുക, 1 2 3 4 5. ഇങ്ങനെ ചെയ്യാം. കാല് മടക്കുക, നിവർത്തുക, കൈ പൊക്കുക, താക്കുക. ഇങ്ങനെ കിടന്നുകൊണ്ട് പോലും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരുന്നുകൊണ്ട് നടക്കുക, സിറ്റ് ആൻഡ് വാക്ക്. കാൽ പൊക്കുക, താക്കുക, പൊക്കുക, താക്കുക, കൈ പൊക്കുക, താക്കുക. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പിടിച്ചതിനെ ഇറുക്കെ പിടിച്ചാൽ നമുക്ക് വാക്കിംഗ് സ്റ്റിക്കും വാക്കറും പിടിക്കാനുള്ള ബലം വേണ്ടേ? സോ ഈ മസിൽസ് എല്ലാം സ്ട്രോങ് ആകണം. സോ ഇങ്ങനെ ഫിസ്റ്റ് ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു സ്പോഞ്ച് പോലത്തെ ബോൾ കൈ പിടിച്ചിട്ട് അതിൽ പ്രഷർ കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു ക്യാൻ ഡു. എക്സസൈസ് എല്ലാവരും ചെയ്യണം ആൻഡ് യു വിൽ സീ ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കണം. ഓക്കെ, നമ്മൾ സ്ട്രെസ് എങ്ങനെയാണ് കുറയ്ക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ സ്ലീപ്പ് ഹൈജീൻ വേണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡെന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലും വെച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടി വിയും വെച്ചുകൊണ്ട് രാത്രി 11-12 മണി വരെ ഇരുന്ന് ഇങ്ങനെ മൊബൈലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് കാരണം നമ്മുടെ ഉറക്കം പോകും ആൻഡ് അതിലുള്ള ഇൻട്രസ്റ്റ്. പിന്നെ അതൊന്ന് മാറ്റി വെക്കുമ്പോഴാണ് യു റിയലൈസ് സമയം ഇത്രയും ആയെന്ന്. നമുക്കൊരു 6 മണിക്കൂർ അൺഇൻറ്ററപ്റ്റഡ് ഉറക്കം വേണം. അത് അത്യാവശ്യമാണ് ഫോർ ഗുഡ് ഹെൽത്ത്. അപ്പോൾ നല്ലതായിട്ട് ഉറങ്ങുക. പിന്നെ ഹോബീസ്. നമ്മൾ പ്രായമാകുമ്പോൾ എവ്രിബഡി സീംസ് ടു ബി ഫേസിങ് വിത്ത് ലോൺലിനെസ്. മക്കളൊക്കെ പുറത്താണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ തന്നെ ദേ ആർ ബിസി വിത്ത് ദെയർ ഓൺ വർക്ക്. അപ്പം നമ്മൾ തന്നെയാകും. പക്ഷെ എന്നാലും വി ഹാവ് ടു കീപ്പ് അവർ സെൽവ്സ് എൻഗേജ്ഡ്. നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി വേണം. നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുക. ചിലർക്ക് തയ്യലായിരിക്കും ഇഷ്ടം, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. പെയിൻറ്റിങ് ആയിരിക്കും ഇഷ്ടം, പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുക. യുനോ, അത് ഒത്തിരി ബ്യൂട്ടിഫുൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ആകണം എന്നൊന്നും ഇല്ല. പക്ഷേ ഡു വാട്ട് യു ക്യാൻ ആൻഡ് യു വിൽ സീ ദ ജോയ് ദറ്റ് യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. യോഗ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പോസിറ്റീവ് തിങ്കിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല പല പ്രശ്നങ്ങൾ കാണും, പക്ഷേ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ പശു ചൂയിങ് ദ കഡ് ചെയ്യുന്ന പോലെ അത് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ വി വിൽ ബിക്കം ഡിപ്രസ്ഡ്. അപ്പം നമ്മുടെ ബ്രെയിനിൽ നെഗറ്റീവ് ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫോൾ ചെയ്യും. യു ഫീൽ സാഡ്, യു ഫീൽ ഡിപ്രസ്ഡ് ആൻഡ് നെഗറ്റിവിറ്റി കൊണ്ട് ഫിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ BP കൂടും, നമ്മുടെ ഷുഗർ കൂടും. അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങൾ എല്ലാം കൂടാനുള്ള സാധ്യതകളുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു തിങ്ക് പോസിറ്റീവ്ലി. നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം. So what I recommend is, and even I have practiced that, ഒരു ബുക്ക് വെക്കുക. ആ ബുക്കിൽ രാവിലെ എണീക്കുന്ന ഉടനെ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പേ think of all the good things that you had experienced that day. 1 2 ചെറിയ ചെറിയ കാര്യം, വലിയ വലിയ കാര്യങ്ങളല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, സോ കുഞ്ഞു കാര്യങ്ങൾ ലൈക്ക് നമുക്ക് ഇന്ന് ഇലക്ട്രിസിറ്റി പോയില്ല, നമ്മുടെ വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, നമ്മുടെ ടാപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, നമുക്ക് ഭക്ഷണം റെഡിയായിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് സഹായിക്കാൻ ആളുണ്ട്.
അങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ എനിക്കിന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്, എൻ്റെ വായ്ക്ക് രുചിയുണ്ട്, എനിക്ക് ഇന്നലെ രാത്രി നല്ലതായിട്ട് ഉറങ്ങാൻ സാധിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്നും റൈറ്റ് ഡൗൺ പോയിന്റ് ബൈ പോയിന്റ് അബൌട്ട് 10 തിങ്സ് ദാറ്റ് യു നീഡ് ടു ബി ഹാപ്പി അബൌട്ട്. രാത്രി അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് എഴുതുക വാട്ട് ഹാപ്പൻ ദ പ്രീവിയസ് ഡേ. കിടക്കുന്നതിന് മുമ്പേ അത് പിന്നെയും വായിച്ചിട്ട് കിടക്കുക. So when you get up in the morning, your thoughts won't go to the negative thing, but your thoughts will be focused on the positivities, positive things that happened to you. Apparthekkum you will start feeling good from inside, from deep inside. Manushyare കാണുമ്പോൾ ചുമ്മാ ചിരിച്ചു കാണിക്കുന്നതല്ല, but from really inside you will feel good. And when you feel good from inside, your BP will fall, your pulse rate will come down, നെഞ്ചെടുപ്പ് വരില്ല, your risk of heart disease will decrease, your immunity will improve. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ know your numbers. നമ്മളെപ്പോഴും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ BP, ബ്ലഡ് പ്രഷർ ഇസ് എ സൈലൻറ്റ് കില്ലർ. എന്നുവെച്ചാൽ ബ്ലഡ് പ്രഷർ എല്ലാവർക്കും സിംറ്റംസ് കാണില്ല. ചിലരുടെ ബ്ലഡ് പ്രഷർ 200/110 ഒക്കെ കണ്ടിട്ടുണ്ട്, അവർക്കറിയേ ഇല്ല അവരുടെ BP ഇത്രയും ഹൈ ആണെന്ന്. ഒരു ചാൻസ് ബൈ ചെക്കപ്പിന് വരുമ്പോഴാണ് അറിയുന്നത്. സോ BP ഈസ് എ സൈലൻറ്റ് കില്ലർ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വർഷവും ഒന്ന് ചെക്കപ്പ് ചെയ്യുക. ടു കീപ് യുവർ ബ്ലഡ് ഷുഗർ, യു ഷുഡ് നോ യുവർ ബ്ലഡ് ഷുഗർ, യു ഷുഡ് നോ യുവർ ബ്ലഡ് പ്രഷർ, യു ഷുഡ് നോ യുവർ കൊളസ്ട്രോൾ ലെവൽസ് ഇഫ് യു ആർ യങ്. ആഫ്റ്റർ എ certain age it doesn't matter. What I say is eat whatever you want in moderation, seeing the proportion, ഈ പ്രൊപ്പോർഷനിൽ 1/4 carbohydrate, 1/4 protein, and half the plate of vegetables. So eat a lot of vegetables and fresh fruits. നമ്മുടെ ചോറിനെ കുറയ്ക്കുക. എന്നിട്ട് ഒത്തിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാതെ ഹാവ് എ ഫിക്സ്ഡ് ടൈം ഫോർ മീൽസ്. പിന്നെ നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്സ്. എല്ലാം നമ്മുടെ കയ്യിലല്ല, ബട്ട് ദീസ് ആർ സം തിങ്സ് ദറ്റ് വി ക്യാൻ ഡു ടു റെഡ്യൂസ്. സപ്പോസ് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറിയുക? നെഞ്ച് വേദന എന്ന് പറയും. നമ്മൾ ഈ വീഡിയോയിലും ടി വിയിലും ഒക്കെ കാണും നെഞ്ചിങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ നെർവ്സ് എല്ലാം ഡാമേജ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടത്തില്ല. അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ വേദന ഒത്തിരിയായിട്ട് അനുഭവപ്പെടത്തില്ല. ദേ മേ ഓൺലി ഫീൽ എ സ്ലൈറ്റ് ഡിസ്കംഫർട്ട് ഇൻ ദ ചെസ്റ്റ്. ചിലപ്പം ചെസ്റ്റിലായിരിക്കത്തില്ല, വയറ്റിലായിരിക്കും. അപ്പോൾ വിചാരിക്കും ഇത് ഗ്യാസ് ആണെന്ന്. ചിലപ്പം കഴുത്തേലോട്ടായിരിക്കും വേദന വരുന്നത്, ചിലർക്ക് ജോയിലായിരിക്കും വേദന വരുന്നത്, ചിലർക്ക് റൈറ്റ് ഹാൻഡിലായിരിക്കും വേദന വരുന്നത്, ചിലർക്ക് ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും, ആമിലായിരിക്കും വേദന വരുന്നത്. അങ്ങനെ പലർക്കും പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ വേദനയുടെ കൂടെ സ്വെറ്റിംഗ്, വേർക്കുക, അല്ലെങ്കിൽ സഡനായിട്ട് ആ വേദന വരിക, വേദന വരിക പോകുക, വരിക പോകുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എ സസ്പിഷൻ, you should immediately seek help. Go to a hospital where there is a cardiac center. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പറയുന്നത്, നമുക്ക് ആ ക്ലോട്ട് ഇതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബ്ലഡ്, നമ്മുടെ ഹാർട്ടിനെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റായി പിന്നെ അവിടെ ബ്ലോക്ക് ഉണ്ടാകും. നമ്മുടെ പൈപ്പിൻ്റെ അകത്ത് വെള്ളം പോകാതെ ബ്ലോക്ക് ആകുന്ന പോലെ തന്നെ, ഡ്രെയിനേജ് ബ്ലോക്ക് ആകുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ആ ബ്ലോക്ക് നമുക്ക് ബസ്റ്റ് ചെയ്യാം ഇഫ് യു റീച്ച് ഓൺ ടൈം. പറയുന്നത് 12 ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ സമയം അറിയണം. തുടങ്ങിയ സമയം തൊട്ട് അപ്പോൾ 12 hours വരെ പറയും, ബട്ട് ഐ വുഡ് റെക്കമെൻഡ് 8 hours ഇസ് ദ ബെസ്റ്റ്. ദ ഷോർട്ടർ ദ ടൈം ഫ്രം ദി ഓൺസെറ്റ് ദ ബെറ്റർ ദി ഔട്ട്കം. അപ്പം ഹാർട്ട് മസിൽസിന് കൂടുതൽ ഡാമേജ് ഇല്ലാതെ നമുക്ക് ഹാർട്ടിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും, ആൻഡ് സിംറ്റംസും കുറയും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇച്ചിരി സസ്പിഷൻ തോന്നിയാൽ ഗ്യാസ് ആണെന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകണം ടു സീക്ക് ഹെൽപ്പ്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ള, എക്സസൈസിൻ്റെ കാര്യം പറയാനുള്ളത്, ഇപ്പം കോവിഡൊക്കെ വന്നിട്ടിരിക്കുകയാണ്. വി സോ സോ മെനി യങ് ലൈഫ്സ് ദാറ്റ് വർ ലോസ്റ്റ്. പലരും കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞിട്ട് റിഗറസ് എക്സസൈസ് ചെയ്യാൻ പോയി.
എന്നിട്ട് ഹാർട്ട് അറ്റാക്സ് വന്നിട്ട് പലരും മരിച്ചു. അപ്പോൾ കോവിഡ് വന്നാലുള്ള ഇറ്റ് ഇസ് എ ഇൻഫ്ലമേറ്ററി ഡിസീസ്, നമ്മുടെ എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് കോവിഡ്. അപ്പം കോവിഡ് വന്നവരുടെ ഹാർട്ടും അഫക്റ്റഡ് ആണ്, ബ്ലഡ് വെസൽസ് അഫക്റ്റഡ് ആണ്, ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉള്ള ഒരാൾക്ക് റിക്കവർ ചെയ്യുന്ന വെരി എൻതൂസിയാസ്റ്റിക് അബൌട്ട് ഗെറ്റിംഗ് ബാക്ക് ഓൺ ട്രാക്ക്, അവർ പോയി ഒത്തിരി എക്സസൈസ് ചെയ്യും. എന്നിട്ട് അന്നേരം നെഞ്ചുവേദന വന്നിട്ട് ദേ കൊളാപ്സ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോവിഡ് വന്നവർ അറ്റ്ലീസ്റ്റ് ഫോർ അബൌട്ട് 5 to 6 months ഗോ സ്ലോ. ഒത്തിരി റിഗറസ് എക്സസൈസസ് ചെയ്യരുത്. പിന്നെ പറയാനുള്ളത് അബൌട്ട് ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോൾ ലെവൽസ് കറക്റ്റായിട്ട് വെക്കുക. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 200. പിന്നെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുക. ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതെല്ലാം കൊളസ്ട്രോൾ കൂടുന്നത് നമ്മുടെ ഡയറ്റ് കാരണം മാത്രമല്ല. 20% കൊളസ്ട്രോളേ ഉള്ളൂ നമ്മുടെ ഡയറ്റിൽ നിന്ന് വരുന്നത്. ബാക്കി കൊളസ്ട്രോൾ മുഴുവൻ നമ്മുടെ ലിവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആൽക്കഹോൾ കഴിച്ചാൽ, മദ്യപാനിച്ചാൽ നമ്മുടെ ലിവർ ഡാമേജ് ആകും. സോ ദ ലിവർ വിൽ പ്രൊഡ്യൂസ് മോർ കൊളസ്ട്രോൾ. പിന്നെ നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ അത്രയും എക്സസൈസ് ചെയ്യുന്നില്ല. പണ്ടത്തെ ആൾക്കാർ ഒത്തിരി ചോറൊക്കെ കഴിച്ചാലും അവർ നല്ലതായിട്ട് അധ്വാനിക്കുമായിരുന്നു. സോ യു ബേൺ അപ്പ് ദറ്റ് കാർബോഹൈഡ്രേറ്റ്, യു ബേൺ അപ്പ് ദറ്റ് എനർജി. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിക്കുക, ഇരിക്കുക, ഫോണിലിരിക്കുക, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ കിടക്കുക. അപ്പോൾ നമ്മൾ ഈ കഴിച്ച കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന എനർജി നമ്മൾ വളരെ കുറവായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിവർ അതിനെ കൊളസ്ട്രോളായിട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കുറേയൊക്കെ മസിൽസിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും, കുറേയൊക്കെ ലിവറിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ. അപ്പം വളരെ അധ്വാനിക്കാതെ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈറ്റ് എ ലൈറ്റ് ഡിന്നർ, എന്നിട്ട് ഈറ്റ് ഇറ്റ് ബിഫോർ സൺസെറ്റ്. നമുക്ക് പല ആൾക്കാരും ഉണ്ട്, പല പീപ്പിൾ ഇൻ ഇന്ത്യ വിത്ത് ഡിഫറെൻറ്റ് ബിലീവ്സ്, ദേ ഹാവ് എ മീൽ, ദ ലാസ്റ്റ് മീൽ ഇസ് ടേക്കൺ ബിഫോർ സൺസെറ്റ്. അതിന് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വൈകുന്നേരം വേഗം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, മേ ബി അറൌണ്ട് 6:30 to 7 ബിഫോർ സൺസെറ്റ്, 7-ന് മുമ്പേ നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചാൽ, രാവിലത്തെ ഭക്ഷണം നമ്മൾ 8 മണിക്കോ 9 മണിക്കോ ആയിരിക്കും കഴിക്കുക. അപ്പോൾ യു ഗെറ്റ് എ ഫുൾ ഫാസ്റ്റിംഗ് ഓഫ് അബൌട്ട് 12 hours. ആ സമയത്ത് എന്ത് പറ്റും? നമുക്ക് നമ്മുടെ ഷുഗർ കുറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ലിവറിലുള്ള ഫാറ്റിന് ബേൺ ചെയ്ത് അത് വെച്ച് എനർജി ഉണ്ടാക്കി നമ്മുടെ ബോഡിയുടെ ആവശ്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഹെൽപ്സ് അസ്. സോ അതൊന്ന് ട്രൈ ചെയ്താൽ വളരെ നല്ലതായിരിക്കാം. ആദ്യം ഈ നേരത്തെ കഴിക്കുക, അപ്പം ലഞ്ചും എല്ലാം കുറച്ച് കുറച്ച് കഴിക്കുക, നോട്ട് ടു മച്ച്. നമ്മുടെ പകുതി വയറേ നമ്മൾ കഴിക്കാവൂ. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന് വയറ് നിറഞ്ഞെന്നറിയാൻ വേണ്ടി അതങ്ങ് ഫുള്ളായി കഴിഞ്ഞിട്ടേ ബ്രെയിൻ അറിയത്തുള്ളൂ വയറ് നിറഞ്ഞെന്ന്. സോ ബൈ ദെൻ യു ഹാവ് ഓവർ ഈറ്റൻ. അതുകൊണ്ട് നമ്മളൊരു ഹാഫ് ഫിൽഡായിട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ നിർത്തുക നമ്മുടെ കഴിപ്പ്. ഓക്കെ, സോ ആദ്യം ഈ ഏർലി ഈവനിങ് ഡിന്നർ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമായിരിക്കാം. നമ്മൾ 8 മണി 9 മണിക്കൊക്കെ ആയിരിക്കും കഴിക്കുക. പക്ഷേ ആദ്യം ആ ചേഞ്ച് വരുത്താൻ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ക്രമേണ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും യു വിൽ സീ ദറ്റ് ഇറ്റ് ഇസ് മച്ച് ബെറ്റർ. ഉറക്കം നല്ലതായിരിക്കാം. രാവിലെ എണ്ണിക്കുമ്പോൾ യു വിൽ ഫീൽ മച്ച് മോർ ഫ്രഷർ. ഓക്കെ, സോ ട്രൈ ഔട്ട് ദിസ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഡയബറ്റീസ് ഉള്ളവരെ യു ഷുഡ് ബി കെയർഫുൾ അഡ്ജസ്റ്റിംഗ് യുവർ മീൽസ്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ വളരെ കുറയും. അപ്പം അത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. ടേക്ക് യുവർ അഡ്വൈസ് ഫ്രം യുവർ ഡോക്ടർ. പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കണ്ടിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോകും, ഡോക്ടർ മരുന്ന് തന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോകുന്നത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും. അപ്പോഴത്തേക്കും തിങ്സ് ഹാവ് ഗോൺ ഔട്ട് ഓഫ് ഹാൻഡ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ചെക്ക് യുവർ ഷുഗർ, യുവർ ബ്ലഡ് പ്രഷർ. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ മോണിറ്റർ ചെയ്യാം. ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കണ്ടീഷൻ. ഇഫ് യു ആർ സ്റ്റേബിൾ, ഒരു 6 മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഡോക്ടറിനെ പോയി കണ്ട് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ ഒത്തിരി ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ പ്ലീസ് സീ യുവർ ഡോക്ടർ, കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടർ.
so that the blood medicine is adjusted. ഇവിടെ പലരെയും കാണാറുണ്ട്, എൻ്റെ ബ്ലഡ് ഷുഗർ 300 ആണ്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചാൽ പോലെ അവർ എയിം ഈസ് ടു ബ്രിങ് യുവർ നമ്പേഴ്സ് ടു നോർമൽ. നിങ്ങളുടെ BP നോർമൽ ലെവലിലാക്കുക, നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ നോർമൽ ലെവലിലാക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്, ടു പ്രിവെൻറ്റ് ഹാർട്ട് അറ്റാക്സ്. സോ ലെറ്റ് us all try to follow the things that we have learned today and make it a point to apply it in our lives so that we have a healthy heart. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ you can type in the chat box. I hope it was useful. One more question. I'm 70 plus. Shall I eat red meat? 70 plus red meat കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. It is not the quantity of life that is important. It is the quality of life that is important. So, like my father is 98, I wouldn't restrict. He's a diabetic. He has had angioplasty. I don't restrict him from eating anything, but everything in moderation. Which is the difference between red meat and white meat? Red meatൽ നമുക്ക് കൂടുതൽ ഫാറ്റ് ഉണ്ട്. അപ്പം നമുക്ക് റെഡ് മീറ്റ് കഴിക്കുമ്പോഴും യു ക്യാൻ കട്ട് ഓഫ് ഓൾ ദ മട്ടൺ, ബീഫിനൊക്കെ ആ ഫാറ്റി ഏരിയ കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദർ വിൽ ബി സം ഹിഡൻ ഫാറ്റ് ഇൻ ഇറ്റ് ഇൻ ദ റെഡ് മീറ്റ്. വൈറ്റ് മീറ്റിൽ ഫാറ്റ് കുറവാണ്. എന്നിട്ട് റെഡ് മീറ്റിൽ ദർ ഇസ് മോർ അയൺ കണ്ടന്റ് ഇൻ ഇറ്റ്. സോ യുവർ ഹിമോഗ്ലോബിൻ ക്യാൻ ഗോ അപ്പ്, വിച്ച് ഇസ് ഗുഡ് ഇൻ ഫോർ malnourished people. It is good. Okay, but for people who want to control their cholesterol, red meat is not good. Which is better, non-veg or veg? I cannot say that non-veg or veg, which one is better, but eating in the right proportion is more important. If you can go, nowadays there are many studies saying that even, for controlling sugar, you take a lot of fat, you can take a keto diet. That is not sustainable. നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു കീറ്റോ ഡയറ്റ് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് കഴിക്കുന്നത് വെറും ഇറച്ചിയാണ്, ഫാറ്റാണ് കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല. So instead of that, if you want to live healthy, you need to live a healthy life. If you can maintain, if you don't like, if you can afford to, or you are able to avoid meat, well and good, because all these things contain a lot of hormones and all kinds of medicines, antibiotics in these animal products. നമ്മളിപ്പം വെജിറ്റബിൾ കഴിച്ചാലും അതിലും ഉണ്ട് പെസ്റ്റിസൈഡ്സ് ആൻഡ് വീഡിസൈഡ്സ്. So it is your choice, but eat in the right proportion. Avoid red meat. Can you explain a little more about keto diet? Keto diet it is more difficult. Advantages and disadvantages. See, after some time, advantages of keto diet is you will be able to reduce your weight with a keto diet. Okay? But that is, ketones are used for energy. Fat breakdown ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ketones. So brain uses only ketones for energy. Okay? So in the end, ketone is good, but epilepsy കുറയ്ക്കും ketones. If somebody who has seizures, their episodes of seizures can be reduced with a keto diet. But then the nutrients that are available in a keto diet is not wholesome. Okay? There is no fiber in it. So your bowel movement will be reduced with a keto diet. But people have been reducing weights, getting their sugars under control with keto diets. But you don't get all, it's not sustainable. That is the main problem. Is fiber content not needed in food? Fiber content is required in food for your bowel movement. And it slows the absorption of sugar and fat in the diet. നമ്മളിപ്പോൾ ഒരു പഞ്ചസാര കഴിക്കുവാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഉണ്ടാക്കാൻ നമുക്കൊരു 3 or 4 കരിമ്പിൻ്റെ ഇത് വേണം. ഓക്കെ? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇപ്പോൾ ഒരു കരിമ്പെടുത്ത് കഴിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ സെറ്റൈറ്റി ദാൻ ഈറ്റിംഗ് എ full spoon of sugar. Okay? So fiber is required for bowel movement, and it also reduces the speed at which the carbohydrate is absorbed from, and carbohydrate and fat is absorbed from the intestines.
അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഇഫ് യു ടേക്ക് എ ഹൈ ഫൈബർ ഡയറ്റ് അപ്പോഴത്തേക്കും ഷുഗർ ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഷൂട്ട് ചെയ്യത്തില്ല, ബട്ട് ഇറ്റ് വിൽ ബി എ നോർമൽ കർവ് വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ ബോഡി. ഫൈബർ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് സറ്റൈറ്റി വേഗം വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ചോറുണ്ണാൻ തോന്നില്ല. നമ്മളിപ്പോൾ ആദ്യം തന്നെ സാലഡ്സും ഫ്രൂട്ട്സും കഴിച്ചിട്ട് നമ്മുടെ വയറ് നിറച്ചാൽ യു വിൽ ഫീൽ ദറ്റ് ഫുൾനെസ് ഇൻ ദി ആബ്ഡമിൻ. ഇപ്പം നമ്മൾ ഈ ഒരു പാത്രം ചോറ് ഈ വെജിറ്റബിളും എല്ലാം ഒരു പാത്രം കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറ് നിറയും. പക്ഷേ അത്രയും എനർജി തന്നെയായിരിക്കും ഒരു സ്പൂൺ ഷുഗർ തരുന്നത് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് തരുന്നത്. അപ്പം നമ്മൾ ആ ചോക്ലേറ്റ് കഴിച്ചാൽ, ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മുടെ വയറ് നിറയുമോ? ഇല്ല. യു വിൽ ഹാവ് ടു ഈറ്റ് ടൺസ് ആൻഡ് ടൺസ് ഓഫ് ചോക്ലേറ്റ് ടു ഫീൽ ഫുൾ. ഓക്കെ, സോ ഫൈബർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈബർ ഇല്ലാത്തപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാൽ കോൺസ്റ്റിപ്പേഷൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന്. ക്യാൻസർ ഓൾസോ ഇൻക്രീസസ്. bowel cancers, intestinal cancers increase when you take a diet without fiber. Which is the best time to have fruits? I would recommend that you start with the fruit. Whenever you start a meal, have the fruit and the salad first and then eat the rest of the meal. That way you will be able to reduce the amount of carbohydrate that you take. Shivering of ring finger during walking is anything related to heart issue? Shivering of ring finger while walking. Is it anything related to heart issue? No, it is not related to heart issues at all. It may be a neurological condition. I'm 27 years old and wants to live a heat healthy lifestyle. What should I do? Heart healthy lifestyle, what should I do? That is exactly what I said just now. To live a healthy life, you're 27 and this is the time. It's not too late to begin. You can start exercising daily, at least for half an hour. Brisk walking is good enough, or you can play some game early in the morning. That is fantastic. And reduce intermittent snackings, okay? And reduce the amount of carbohydrate that you take. Increase the amount of fresh fruits and vegetables that you take. And I'm sure you will be able to have a heart healthy life. If you take alcohol, stop taking alcohol and stop smoking. How much water is required for a day? How much water, if you say, I would say that if you can pass urine which is white in color, that is the correct amount of water that you should take. Because the amount of water that should be taken varies from place to place, from weather to weather, from climate to climate, from person to person. So in a hot weather, you need to take more water. If you're feeling that your mouth is dry, you need to take more water. The best indicator is, are you passing enough urine and is the color of the urine white? In that case, you are taking. That comes to about 2 liters of water. I hope this has been useful. Thank you very much. And have a good day and a good life with a healthy heart.